പുത്തരിയംഗം നാളെയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇന്നേ പുറപ്പെടണം. നേരെ 7:30 വെളുപ്പിനെ ആരോമൽ ചേകവർ ഉണർന്നു. കളരി ദൈവങ്ങളെ കൈകൂപ്പി എണീറ്റു. പിന്നെ കുളിയും തേവാരവും കഴിച്ചു. ഉണ്ണിക്കോനാരും സംഘവും 2 നാൾക്ക് മുമ്പ് തന്നെ പുത്തൂരം വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. എല്ലാം ആചാരാഘോഷങ്ങളോടും കൂടി ആരോമൽ ചേകവരെ എതിരേറ്റ് അംഗസ്ഥലത്തേക്ക് ആനയിക്കുവാനുള്ള സന്നാഹങ്ങളോടെ അവർ പൂർവാധികം ശക്തരായി എതിരേറ്റു. നാളെ കൃത്യം മുഹൂർത്തത്തിന് തന്നെ അങ്കത്തട്ട് കയറണം. ആരോമൾക്ക് അകമ്പടിയായി 1001 നായന്മാരെയാണ് ഉണ്ണിക്കോനാർ ഒരുക്കി നിർത്തിയിരുന്നത്. ആനയും കുതിരകളും മുക്കിന് കഥനാവെടികളും കാതത്തിന് കാതടിപ്പിക്കുന്ന ചീന പടക്കങ്ങളും ഏർപ്പാട് ചെയ്തു. ആരോമൽ കളരിപൂജ കഴിച്ച് പുറത്തു വന്നു. അംഗചമയങ്ങളും വസ്ത്രങ്ങളും പെട്ടിയിലാക്കി ഉണ്ണിക്കോനാരെ ഏൽപ്പിച്ചു. അച്ഛൻ്റെ പാദം തൊട്ട് വന്നിച്ച് കാൽക്കൽ ദക്ഷിണ വെച്ചു. അമ്മയ്ക്കും ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങി. ഉണ്ണിയാർച്ചയും അനുജൻ ഉണ്ണിക്കണ്ണനും ആരോമലിനെ കാൽ തൊട്ട് വന്നിച്ച് കരഞ്ഞു. അവരെ അദ്ദേഹം ആശ്ലേഷിച്ചു, സമാധാനിപ്പിച്ചു. കുഞ്ഞുളൂലിയും മാണിപ്പെണ്ണും മറുത്തു വന്ന് പായപൊത്തി കരച്ചിലടക്കി. നാട്ടിന് മാനം വളർത്തി ജയിച്ചു വാ മോനെ, അമ്മ അനുഗ്രഹിച്ചു. ജയിച്ചു ആ പൊന്നാങ്ങളെ, ഉണ്ണിയാർച്ചയും ആങ്ങളയ്ക്ക് വിജയം നേർന്നു. ഉറക്കെ കരഞ്ഞ കുഞ്ഞിരാമനെ ആരോമൽ ചേകവർ തന്നെ സമാധാനിപ്പിച്ചു. അനുഗ്രഹാശിസ്സുകൾ ഓരോരായി പുറത്തേക്കൊഴുകി ജനങ്ങളിലേക്ക് പടർന്നു. ആരോമൽ ചേകവർ വിജയിക്കട്ടെ, പുത്തൂരം ആരോമൽ ചേകവർ നീണാൾ വാഴട്ടെ, ഉണ്ണിക്കോനാർ മൂപ്പ് വാഴട്ടെ, പുത്തരിയംഗം വിജയിക്കട്ടെ. കതിരാവെടികൾ മുഴങ്ങി. കഥനമടക്കി വീട്ടാരും നാട്ടാരും ആരോമലിന്റെ പുറപ്പാട് നോക്കി നിന്നു. തുടക്കത്തിലെ ചില ദുശകനങ്ങൾ. ആദ്യം മാറ്റുവസ്ത്രങ്ങളുമായി മണ്ണാത്തിയുടെ വരം, പിന്നെ മഴുവുമായി ഒരു തച്ചൻ. കാറ്റത്തൊരു മാങ്കും പൊടിഞ്ഞു. ചുമ്മാ നിന്ന ഒരു ആൽമരം പെട്ടെന്ന് കടപുഴകി. ആരോമൽ പറഞ്ഞു, കോനാരെ, ഒന്നുകൊണ്ടും ഭയം വേണ്ട, അംഗം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. എതിർപക്ഷം നെറിയില്ലാത്തവരാകിയാൽ കാര്യമത്ര എളുപ്പമല്ലാതാകുന്നുള്ളത് അതിൻ്റെതായ സൂചനകൾ മാത്രമാണിതൊക്കെ. പിന്നെ എനിക്കല്പം ഗ്രഹപ്പിഴക്കാലവുമാണ്. എനിക്കിപ്പോൾ വയസ്സ് 22.5. 7.5 ശനിയുടെ അപഹാരവും അഷ്ടമത്തിൽ വ്യാഴനും. ഭാര്യയുടെ കഷ്ടകാലവും ഈ സമയത്തായിരുന്നു. എങ്കിലും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ദാ അയ്യപ്പൻ കോവിൽ നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ല ലക്ഷണം. അവിടെ ഒരു പൂജ നടത്തണം. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് നടന്നു. പൂജ കഴിച്ച് പ്രസാദം വാങ്ങി ഭക്ഷിച്ച് സംഘം നീങ്ങി. കുറച്ച് നടന്നപ്പോൾ കുന്നത്തെ അരയൻ, കുറിയക്കണ്ണൻ എല്ലാവർക്കും അവിലും പഴവും നൽകി സൽക്കരിച്ചു. സൽക്കാരം സ്വീകരിച്ച് സംഘമിറങ്ങി. കുന്നത്തരയ, കുറിയക്കണ്ണ, പോയി വരട്ടടോ, പോയി ജയിച്ചു ആ തമ്പ്ര. അങ്ങനെ നിരവധി സൽക്കാരങ്ങളും സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയ ആ പോരാളിക്കൂട്ടം കീഴൂരിടം തറവാട്ടിൽ ചെന്ന് കയറി. ഉണ്ണിക്കോനാരുടെ അമ്മ കൊങ്കിയമ്മ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. നിറപറയും നിലവിളക്കും താലപ്പൊലിയുമായി അവർ ആരോമൽ ചേകവരെ സ്വീകരിച്ചു. ആരോമൽ ചേകവരുടെ തേജസ്സും ശരീരവായ്പും യുവത്വവും ഓമനത്വം തുളുമ്പുന്ന പെരുമാറ്റവും കണ്ട് കൊങ്കിയമ്മ മകൻ ഉണ്ണിക്കോനാരോട് എല്ലാം മറന്ന് ഇങ്ങനെ ചോദിച്ചുപോയി, ഏതമ്മ പെറ്റതായാലും ഈ പൊന്നും കുടത്തെ എങ്ങനെ ആളങ്കത്തിന് പറഞ്ഞു വിടാൻ മനസ്സ് വന്നു? അതോ ഈ ചേകൂർ കുട്ടിക്ക് അമ്മയും അച്ഛനുമൊന്നുമില്ലേ? ഉണ്ടമ്മേ, ഉണ്ണിക്കോനാർ പറഞ്ഞു. അച്ഛനും അമ്മയും ഭാര്യയും കൂടപ്പിറക്കും ഒക്കെയുണ്ട്. അവരാരും മനസ്സോടെ പറഞ്ഞു വിട്ടതല്ല, തനിയെ തീരുമാനമെടുത്തു പോകുന്നതാണ്. എല്ലാവരുടെയും അനുഗ്രഹവുമുണ്ട്. കൊങ്കിയമ്മ ആരോമലിന്റെ കൈകൾ കവർന്ന് നെഞ്ചോട് ചേർത്തു. മോനെ, ഉണ്ണിക്കോനാരെ നോക്കി അമ്മ പറഞ്ഞു, ഈ ഓമനെ ഉണ്ണിയെ കണ്ട് അങ്കം വെട്ടിച്ചെൻ്റെ മോൻ ഉണ്ണിക്കോനാർ മൂപ്പ് വാഴണ്ട. അമ്മ കരയുവാൻ തുടങ്ങിയത് കണ്ട് ആരോമൽ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ എന്നെ ചൊല്ലി വിഷമിക്കരുത്. ഞാൻ അംഗപ്പെരുപ്പമുള്ള പുത്തൂരം തറവാട്ടിൽ പിറന്ന അംഗങ്ങൾ പലത് ജയിച്ച പൊന്നുവളയും നേടിയ കണ്ണപ്പച്ചേകവരുടെ പുത്രനാണ് ആരോമൽ ചേകവർ. എൻ്റെ നേർപ്പങ്ങൾ ഉണ്ണിയാർച്ചയമ്മ കേട്ടിരിക്കും. അമ്മ ഭയപ്പെടും പോലെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ജയിക്കും. ന്യായവും സത്യവും നമ്മോടൊപ്പമാണ്. അമ്മ അനുഗ്രഹിച്ചാൽ മാത്രം മതി. അതെ, ന്യായവും സത്യവും എക്കാലത്തും ജയിച്ചത് തന്നെ തീരണം. അമ്മയെ മനസ്സിലുറച്ചു. അമ്മ ആരോമലിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ജയിച്ചു വരും. ആരോമൽ അംഗചമയങ്ങളുടെ പെട്ടി എടുത്തു വെച്ച ശേഷം കൈവശമുള്ള ആയുധങ്ങളൊന്ന് പരിശോധിച്ചു. ചന്തു ഇനിയും എത്തിയിട്ടില്ല. ആയുധങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നു കൊള്ളാമെന്ന് പറഞ്ഞിരുന്നതാണ്. പുതുക്കി കിട്ടുവാനുള്ള ആയുധങ്ങളും വിളക്കി കിട്ടുവാനുള്ള ചുരുകിയും ഇനിയും എപ്പോഴാണ് എത്തുക? കോനാരെ, ആരോമൽ ഉണ്ണിക്കോനാരെ വിളിച്ചു. കോനാരെത്തി.
ആരോമൽ തെല്ലും സംശയത്തോടെ പറഞ്ഞു. കോനാരെ, ചന്തു ഇതുവരെയും എത്തിയിട്ടില്ല. ചന്തു കൊല്ലക്കുടിയിൽ കൊടുത്ത ആയുധങ്ങൾ വാങ്ങേണ്ടിയിരിക്കുന്നു. ചന്തു വന്നോളുമെന്ന് എനിക്ക് ഉറപ്പ് പോരാ. ആരോമൽ ആത്മഗതം പോലെ പറഞ്ഞു. ചന്തുവിനെ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അച്ഛൻ കേട്ടില്ല. കോനാരെ, ആരോമൽ പറഞ്ഞു. കൊല്ലക്കുടിയിലേക്ക് ഞാൻ തന്നെ വേഗത്തിൽ പോയി വരാം. ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടെ പോരാം. ഉണ്ണിക്കോനാരും ആരോമലും ഒരുമിച്ച് ഒരു കുതിരപ്പുറത്ത് കയറി കൊല്ലന്റെ കുടിയിലേക്ക് കുതിച്ചു. അരിങ്ങോടർ അംഗത്തിന് പുറപ്പെടും മുമ്പ് ചില നീക്കങ്ങൾ കൂടി നടത്തിയിരുന്നു. ചുരിക കൊല്ലനെ ഏൽപ്പിച്ച ചന്തു കൊല്ലനോട് പ്രത്യേകിച്ചൊന്നും തന്നെ പറഞ്ഞിരുന്നില്ലെന്ന് അരിങ്ങോടർ അറിഞ്ഞിരുന്നു. ചന്തു ആരോമലന്റെ തുണയായി ഉണ്ടായിരിക്കരുതെന്ന് അരിങ്ങോടർ ഉറച്ചു. സ്ത്രീലമ്പടനായ ചന്തുവിനെ പാട്ടിലാക്കുവാൻ അരിങ്ങോടർ കുഞ്ചുനൂലിയെയും മാണിപ്പെണ്ണിനെയും വീണ്ടും ഉപയോഗിച്ചു. അവർ ചന്തുവിനെ സൂത്രത്തിൽ അരിങ്ങോടരുടെ വീട്ടിലെത്തിച്ച് മദ്യം നൽകി മയക്കി അറയിലാക്കി പൂട്ടി താക്കോൽ കയ്യിലെടുത്തു. അംഗത്തിന് പുറപ്പെടുന്ന വഴി അരിങ്ങോടർ കൊല്ലനെ കണ്ട ഒരു പണക്കിഴി നൽകിയ ശേഷം പറഞ്ഞു. ചന്തു വിളക്കുവാൻ തന്നിട്ടുള്ള ചുരിക വെട്ടുമ്പോൾ കണയിൽ വെച്ച് മുറിയണം. മുറിഞ്ഞില്ലെങ്കിൽ മുറിഞ്ഞു വീഴുന്നത് നിന്റെ തലയായിരിക്കും. കുടിലിന് മുൻപിൽ കുതിരടി കുളമ്പടി കേട്ട് എല്ലാവരും കൊല്ലനെയും കൊല്ലത്തെയും പുറത്തിറങ്ങി നോക്കി. സൂര്യ തേജസ്സുള്ള ആരോമൽ ചേകവരെ മുൻപിൽ കണ്ട് കൊല്ലനും കൊല്ലത്തെയും കൈകൂപ്പി. ചന്തു വിളക്കുവാൻ തന്നെ ഏൽപ്പിച്ച ചുരികയും ആയുധങ്ങളും വേഗത്തിലെടുക്കുക. എന്നെ മനസ്സിലായില്ലെങ്കിൽ പറയാം. പുത്തൂരം വീട്ടിൽ ആരോമൽ ചേകവർ. ആരോമൽ പറഞ്ഞത് കേട്ട് അവർ വലുതായിട്ടൊന്ന് ഞെട്ടി. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ആളെ കാണുന്നത് ഇപ്പോൾ മാത്രം. കൊല്ലൻ ആയുധങ്ങളും ചുരികയും എടുത്തുകൊണ്ട് വന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ അയാളുടെ ജോലി ചെയ്തു എന്നല്ലാതെ ഇതൊക്കെ ആരോടും അന്വേഷിച്ചിരുന്നില്ല. അതിൻ്റെ ആവശ്യവും ഇനിയില്ല. മുറിച്ചു വിളക്കുവാൻ പറ്റുകയുമില്ല. ഇപ്പോഴിതാ ചുരുകിയും ആയുധങ്ങളും ആരോമൽ ചേകവർ കാണട്ടെ. ഇനിയുമൊന്നും പറയുവാൻ നേരമില്ല. അംഗം കടുകെടുത്ത് നിൽക്കുന്നു. എടുത്തു കൊടുക്കുകയെ മാർഗമോ? അയാൾ അങ്ങനെ ചെയ്തു. ആരോമൽ കൊടുത്ത പണക്കിഴി കൈനീട്ടി വാങ്ങുവാൻ കൊല്ലന് കൈ ഉയർന്നില്ല. കൊല്ലോത്തി അത് വാങ്ങി. ആരോമലും ഉണ്ണിക്കോനാരും തിടുക്കത്തിൽ കുതിരപ്പുറത്ത് കയറി യാത്രയ്ക്കവേ കൊല്ലത്തി പ്രാർത്ഥിച്ചു. ഈ ചേകോർക്ക് മുറിച്ചിരികെങ്കിലും സമയത്ത് തന്നെ ഉദകണേ തമ്പുരാനെ. അംഗമൈതാനത്തേക്ക് ജനക്കൂട്ടം പ്രവാഹിച്ചുകൊണ്ടേയിരുന്നു. അതിനൊപ്പം ആരവങ്ങളും മുഴക്കവും. അരിങ്ങോടരും സംഘവും ആനപ്പുറത്ത് എത്തിച്ചേർന്നതോടെ ആർപ്പ് വിളിക്ക് ശക്തി കൂടി. ആരോമൽ ഇനിയും എത്തിയിട്ടില്ല. കക്ഷി തോൽവി സമ്മതിച്ച് പിന്മാറിയതാകുമോ? ഉണ്ണിച്ചന്ദ്രോർ അരിങ്ങോടർക്ക് തമാശ പറഞ്ഞു. അങ്ങനെയും വരാം. രണ്ടുപേരും ഉറക്കെ ചിരിച്ചൊന്ന് ഞെളിപിരി കൊണ്ടു. മൈതാനത്തിന്റെ ഒരു ഭാഗത്തുയർന്ന പുതിയൊരാരവം കേട്ട് എല്ലാവരും കാതോർത്തു. ആരോമൽ ചേകവരുടെ വരവ് അങ്കക്കുറി തൊട്ട് വീരാളിപ്പട്ട് അത് ഞൊറിഞ്ഞെടുത്ത് അരയിൽ പൊന്നരഞ്ഞാണമണിഞ്ഞ് ഉണ്ണിക്കോനാർ ഉയർത്തിപ്പിടിച്ച മുത്തുക്കുടയുടെ ചുവടെ കരുതലോടെ ചുവട് വെച്ച് നീങ്ങിയ ആരോമൽ ചേകവരെ കണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് തൊഴുതുപോയി. പിന്നെ ജയാരാവങ്ങളുടെ മാനപ്പടക്കത്തിന് തീ പിടിക്കുകയായിരുന്നു. ആരോമൽ ചേകവർ വിജയിക്കട്ടെ, ഉണ്ണിക്കോനാർ മൂപ്പ് വാഴട്ടെ. അങ്കപ്പറമ്പ് ആലവട്ടം വെൺചാരം വെൺകാറ്റിക്കുടികളാൽ മിന്നി ജ്വലിച്ചു. വിവിധ വാദ്യ താളമേളങ്ങളും കാഹളങ്ങളും അന്തരീക്ഷത്തെ മുഖരിതമാക്കി. നാടുവാഴി എഴുന്നള്ളി. ദേശവാഴിയും അധികാരിയും എത്തിച്ചേർന്നു. ഇനി അംഗം തുടങ്ങുവാൻ അധിക നേരമില്ല. അരിങ്ങോടരുടെ മുറയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട ചന്തു മയക്കം വിട്ടുണർന്നു. താൻ അരിങ്ങോടരുടെ ചതിയിൽപ്പെട്ടുവെന്ന് ചന്തുവിന് ബോധ്യമായി. അയാൾ തിടുക്കത്തിൽ എണീറ്റ് വാതിലിനടുത്തേക്ക് ചെല്ലുന്നതിൽ വാതിൽ പുറന്ന് പൂട്ടിയിരിക്കുന്നതായി ബോധ്യമായി. ചന്തു കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പിന്നോട്ട് മുന്നോടി വെച്ചു. മുന്നോട്ടാഞ്ഞ് വാതിലൊരു ചവിട്ട്. വാതിൽ 2 പാളികളായി ഇളകി മുറ്റത്ത് വീണു. ഒരു പാളി കുഞ്ചുമൂലിയും മറ്റേത് മാണിപ്പെണ്ണും. അരിങ്ങോടരുടെ ഒരു കറുത്ത കുതിരയെ അഴിച്ചിറക്കി അതിൽ കയറി ചന്തു അങ്കപ്പറമ്പിലേക്ക് കുതിച്ചു. പാഞ്ഞെത്തിയ ചന്തുവിനെ അകലെ കണ്ട് അരിങ്ങോടറൊന്ന് ഞെട്ടി. മച്ചുണ, ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് ചന്തു ആരോമലിനോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അത് കേട്ടെന്നോ കേട്ടില്ലെന്നോ ഭാവിക്കാതെ അങ്കത്തട്ടിലേക്ക് നടന്നു. അംഗം തുടങ്ങുവാൻ വരട്ടെ. അതാരുടെ ശബ്ദമാണെന്ന് എല്ലാവരും ഉത്കണ്ഠയോടെ നോക്കുക. ദാ മൂത്താശാരി ഉളിയും കുട്ടുവടിയും പിടിച്ച ആൾക്കൂട്ടത്തിനിടയിലൂടെ അങ്കത്തട്ടിലേക്ക് വരുന്നു. മൂത്താശാരി ഉറക്കെ വിളിച്ചു പറഞ്ഞു. കോനൻ മൂത്താശാരി പൂണൂലിട്ട് പണിക്കാനാണ്. നാളിതുവരെ ആരെയും ചതിയെന്ന് പറഞ്ഞിട്ടില്ല. നാളിതുവരെ കള്ളപ്പണി ചെയ്ത് കാശ് വാങ്ങിയിട്ടുമില്ല. ഇപ്പോൾ എന്നെ ആരും ചതിച്ചിരിക്കുന്നു. ചേകുവന്മാർ തട്ടുകയറുവാൻ വരട്ടെ. എനിക്ക് തട്ട് പരിശോധിക്കണം. മൂത്താശാരിയെ എല്ലാവരും കൂടി പൊക്കി തട്ടിൽ കയറ്റി. ആശാരി അവിടെയും എവിടെയുമൊക്കെ ഒന്ന് തട്ടുകയും മുട്ടുകയും കാലമർത്തുകയും ചെയ്ത ശേഷം ഒരു ഭാഗത്തെ ഒരു പലകയിൽ കാൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ദാ ഇവിടെ മുറിപ്പലക. ഇത് ഞാൻ വെച്ചതല്ല. എതിരാറെ മുറിപ്പലകയിൽ വീണ് താഴെ വീഴുവാൻ ആരോ കരുതിക്കൂട്ടി ചതിച്ച് ചെയ്തതാണ്. ഉണ്ണിച്ചന്ദ്രോർ ആ ആശാരിയെ നോക്കി വലുതായി കണ്ണുരട്ടി. ഉണ്ണിക്കോനാർ ഉറക്കെ പറഞ്ഞു.
ഈ തട്ടിൽ മുറിപ്പലകയിട്ട് ചതിക്കുവാൻ കൂട്ടുനിന്ന ആശാരിമാരെ ആരെയും വെറുതെ വിടില്ല. സത്യം, ഞങ്ങളൊന്നും ആശാരിമാരെ അല്ല എന്ന നാട്യത്തിൽ തൽക്കാലം ജാതിചിന്ത വെടിഞ്ഞ് പല ആശാരിമാരെ സ്ഥലം വിട്ടു. കോനാൻ ആശാരി മുറിപ്പലക മാറ്റി അവിടെ ബലമുള്ള തേക്കിൻ പലക ഉറപ്പിച്ചു. അരിങ്ങോടരെയും ഉണ്ണിച്ചന്ദ്രരെയും ആളുകൾ കണക്കിന് പഴിച്ചു. കോനാശാരിയെ എല്ലാവരും ചേർന്ന് ആരവത്തോടെ നാടുവാഴിയുടെ മുൻപിൽ എത്തിച്ചു. നാടുവാഴി മൂത്താശാരിക്ക് പതിവും പട്ടും വളയും പുറമെ ഒരു പവനും കൂടി സമ്മാനിച്ച് അഭിനന്ദിച്ചു. ആരോമൽ ചേകവർ എതിരാളിയെ ഒന്ന് വിരളി പിടിപ്പിക്കുവാനായി അങ്കത്തട്ടിന് ചുവട്ടിൽ നിന്ന് ചില ചെപ്പടി വിദ്യകൾക്ക് വട്ടം കൂട്ടി. ഒരു പൊക്കമുള്ള പീഠം കൊണ്ടുവന്ന് വെച്ചു. അതിലൊരു പട്ടു വിരിച്ചു. പിന്നെ ഒരു തളിക വെച്ച് അരി നിരത്തി. അതിന് നടുവിൽ ഒരു നാളികേരം വെച്ചു. നാളികേരത്തിന് മുകളിൽ ഒരടയ്ക്കുകയും അതിനു മുകളിൽ ഒരു കോഴിമുട്ടയും വെച്ചു. മുട്ടയുടെ മുകളിൽ ഒരു സൂചി നിർത്തി അതങ്ങനെ നിർത്തിയെന്ന ആളുകൾ അത്ഭുതം കൂറവേ ദാ സൂചി മുനയിൽ ചുരിക നിർത്തി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ എങ്ങനെയെന്ന് ആരും കണ്ടില്ല. ആരോമൽ ചേകവരിത ആ ചുരികമുനിയിൽ നൃത്തം ചവിട്ടുന്നു. പിന്നെ കരണം മറിഞ്ഞ് തലകുത്തി നിൽക്കുന്നു. ജനങ്ങൾ ഒറ്റ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു, വീരനായ ആരോമൽ ചേകവർ വിജയിക്കട്ടെ. ഈ വിളിയിൽ അരിങ്ങോടർ പക്ഷവും അറിയാതെ പെട്ടുപോയി. നാടുവാഴി ഓടിയെത്തി കയ്യിലേക്ക് ആപ്പൂരി ആരോമലിനെ അണിയിച്ചു. വീണ്ടും ജയാരവം. അരിങ്ങോടർ അക്ഷരാർത്ഥത്തിൽ വിരളി പിടിച്ചിരുന്നു. അതിനിടയിൽ ആരോ വിളിച്ച് ചോദിച്ചു. അല്ല, അരിങ്ങോടർ തന്നെ ചോദിച്ചു, ഒരാളംഗം തന്നെ വേണോ? ഒരു കോഴിയംഗം നടത്തി പിരിയരുതോ? ഒരു പോരുകോഴിയും കൂടി കരുതിയിരുന്നു അരിങ്ങോടരുടെ വരവ്. തൻ്റെ പോരുകോഴി ജയിച്ചാൽ പിന്നെ പോരില്ലാതെ കാര്യം നേടാമല്ലോ എന്നൊരറിവ്. എന്നാൽ ആളംഗം വെട്ടുവാൻ വന്ന ആരോമൽ കോഴിയെയും കൊക്കിനെയും ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. ആരോമൽ ഉണ്ണിക്കോനാരോട് പറഞ്ഞു, ഒരു കോഴിമുട്ടി വരുത്തുക. മുട്ട വന്നു. നല്ല നീളമുള്ള തവിട്ടുമുട്ട. പുഴുങ്ങിത്തരട്ടെ എന്ന് ഉണ്ണിക്കോനാർ നാവ് വിളയ്ക്കും മുമ്പ് ആരോമൽ വിളിച്ചു പറഞ്ഞു. പ്രായത്തിൽ മൂത്ത അരിങ്ങോടർ കോഴിയെ പറപ്പിക്കട്ടെ. ആരോമലിൻ്റെ കോഴി എവിടെയെന്ന് നാലുപാട് പരത്തി നോക്കിയ ശേഷം അരിങ്ങോടർ ഒരു തടിയൻ പൂവൻ കോഴിയെ പൊക്കിപ്പറത്തി പോയി ജയിച്ചു പാടാ പുള്ളിയിറക്ക കോഴി അങ്കത്തട്ടിൽ കയറി ചിറകു വിടർത്തി രാഘാരതത്തിലൊന്ന് കൂകി. എല്ലാവരും എതിർക്കോഴിയെ അന്വേഷിച്ചു. കണ്ണും ചെവിയും കൂർപ്പിക്കവേ ദാ ആരോമൽ നീളം കൂടിയ മുട്ട വലത് കൈയിലെടുത്തു. പിന്നെ ഇടത് കൈകൊണ്ട് മൂടിയ ശേഷം എന്തോ മന്ത്രം ചൊല്ലി കൈയുയർത്തി കൊക്കരക്കോ എന്ന്. ജയിച്ചുവാടാ പാലൻചിങ്ങ. പാലൻചിങ്ങൻ എന്ന പൂവൻ ആടയും താടയും മിന്നുന്ന ചിറകുകളുമുള്ള ആരോമൽ ചേകവരുടെ പൗരുഷമൊത്ത പോരുകോഴിയും അങ്കത്തട്ടേറി. മുട്ടയുടെ തൊടുപോലും പിന്നെ ആരും കണ്ടില്ല. കോഴി പോര് കൊഴുത്തു. വാടിമയങ്ങിയ അരക്കൻ പുള്ളിക്കോഴിയെ ആരോമലിൻ്റെ പാലൻചിങ്ങൻ കൊത്തി കുടൽ കീറി കഴുത്തിലിട്ടു. ചിറകടിച്ചു. ജനങ്ങൾ ആർത്തു വിളിച്ചു. ആരോമൽ ചേകവർ വിജയിച്ചു. ഉണ്ണിക്കോനാർ വിജയിച്ചു. അരിങ്ങോടരുടെയും ഉണ്ണിച്ചന്ദ്രോരുടെയും മുഖം മ്ലാനമായി. ഇനി എന്തു ചെയ്യും? ജയാരവങ്ങൾക്കിടയിൽ ചന്ദ്രോർ വിളിച്ചു പോയി, കോഴിയംഗം ഞാൻ വകവയ്ക്കുന്നില്ല. ആളംഗം തന്നെ നടത്തണം. സ്വർണം കിട്ടിയാലും മേപ്പെനിക്ക്, വെള്ളി കിട്ടിയാലും മൂപ്പെനിക്ക് എന്ന പഴയ തൃപ്പങ്കട്ടൊപ്പൻ സിദ്ധാന്തത്തിൻ്റെ പുതിയ പതിപ്പ്. അരിങ്ങോടർ അതാ തട്ടിന്മേൽ ഏണി ചാരി കയറി തുടങ്ങി. ആരോമലും ആ ഏണിക്കരികിലേക്ക് നീ. തട്ടിന്മേൽ എത്തിക്കഴിഞ്ഞ അരിങ്ങോടർ പുറംകോൽ കൊണ്ട് ഒറ്റ തട്ട്. ഏണി എങ്ങോട്ടോ പറന്നുപോയി. അരിങ്ങോടർ വിളിച്ചു പറഞ്ഞു. എതിരാളിക്ക് ഏണി ചാരുന്ന ബുദ്ധി അരിങ്ങോടർക്കില്ല. എതിരാളിയുടെ ഏണിയും ഏഷണിയും സൂക്ഷിക്കണമെന്ന് അച്ഛനപ്പൂപ്പന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോമൽ തിരിച്ചു വിളിച്ചു പറഞ്ഞ ആരോമൽ സൂര്യഭഗവാനെ കൈവണങ്ങി. ഗുരുഭൂതന്മാരെ ധ്യാനിച്ചു. പിന്നെ മൂന്നഴിപ്പ് പിന്നേക്കും മാറി. രണ്ടടി മുന്നാക്കം വെച്ചു. ഒരു നിമിഷം. ഇപ്പോൾ ഇതിലെ ഒരു മയിൽ പറന്നോ? ആരും ചോദിച്ചു. പറന്നതായി എനിക്കും തോന്നി. എന്നാൽ പറന്നത് മയിലല്ല. മിന്നൽ പിണർ പോലെ പറന്നുയർന്നത് ആരോമൽ ചേകവർ. തട്ടിൽമേൽ കയറിയ ആരോമൽ ചേകവർ ആളുകളെ വണങ്ങി. വീണ്ടും ജയാരവങ്ങൾ.